لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹിജ്റ കലണ്ടർ പ്രകാരമാണ് ഒരു മുസ്ലിം തന്റെ കർമ്മങ്ങളിൽ ഭൂരിഭാഗവും നിർവഹിക്കേണ്ടത്. ഒരു ഹിജ്റ വർഷം കൂടി നമ്മളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. ഹിജ്റ 1446 നിന്ന് 1447 പ്രവേശിച്ചിരിക്കുകയാണ്. ഹിജ്റ എന്ന പദം അഥവാ ഒഴിവാക്കി, ഉപേക്ഷിച്ചു എന്നാണ് അർത്ഥം. ദീനിൻ്റെ സംരക്ഷണാർത്ഥം ജനിച്ച നാട് ഒഴിവാക്കി മറ്റൊരു നാട്ടിലേക്ക് മാറി താമസിക്കുക എന്നതാണ് ഹിജ്റയുടെ വിവക്ഷ. ഹിജ്റ വർഷം കണക്കാക്കിയ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വർഷം കണക്കാക്കുന്ന സമ്പ്രദായം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ആരംഭിച്ചത്. ആദ്യ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വർഷങ്ങൾ കണക്കാക്കിയിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് കത്തുകൾ വ്യാപകമായിരുന്നു. ആ കത്തുകൾ എത്തിക്കുന്ന ആളുകൾക്ക് സഫീറുമാർ എന്നാണ് പറഞ്ഞിരുന്നത്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഷാമിലേക്കുള്ള സഫീറായിരുന്നു. ഏത് കത്താണ് ആദ്യം വന്നത് എന്ന് മനസ്സിലാകാത്ത അവസ്ഥയുണ്ടായി. ഡേറ്റ് ഉണ്ടായിരിക്കുകയില്ല കത്തിൽ. ഇപ്പം ക്രൈസ്തവർ തീയതി രേഖപ്പെടുത്താറുണ്ട് എന്ന് മനസ്സിലാക്കി നമുക്കും തീയതി എഴുതണം എന്ന് തീരുമാനിക്കുകയും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീയതികൾ രൂപീകരിക്കുക, ക്രിസ്ത്യാനികളുടെ തീയതി എന്തായിരുന്നാലും കൊടുക്കാൻ പാടില്ലെന്ന് ശൂറ തീരുമാനിക്കുകയും അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഡേറ്റ് തീരുമാനിക്കണം, പ്രവാചകത്വം ലഭിച്ചത് മുതൽ വർഷം തീരുമാനിക്കണം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് മുതലാണോ വർഷം തീരുമാനിക്കേണ്ടത് എന്നൊക്കെ ചർച്ച വന്നു. അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം കൂട്ടിച്ചേർത്ത് ഹിജ്റ നടന്നതിനനുസരിച്ച് വർഷം തീരുമാനിക്കാമെന്ന് തീരുമാനിക്കുകയും അതുമുതൽ വർഷത്തെ എണ്ണുകയും ചെയ്തു. അതാണ് ഉണ്ടായത്. ഇസ്ലാമിൻ്റെ വലിയ അനുഗ്രഹമായിരുന്നു ഹിജ്റ എന്നത്. ഹിജ്റ യഥാർത്ഥത്തിൽ അവസാനിച്ചിട്ടില്ല, എന്നാൽ മക്കയിൽ നിന്നുള്ള ഹിജ്റ അവസാനിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൗമുൽ ഫത്ഹു മക്ക ലാ ഹിജ്റ ബഅദൽ ഫത്ഹ്. മക്കൻ ഫത്ഹിന് ശേഷം മക്കയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റൂല, ഹിജ്റ പോകേണ്ട ഒരു അവസ്ഥ ഇല്ല. വഹി ലഭിച്ച ആദ്യകാലത്ത് തന്നെ ഹിജ്റ പോകേണ്ടി വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. എങ്ങനെ? മഹാനായ വറഖത്ത് ഇബ്നു നൗഫൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് വഹിയിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയുകയും എന്താണ് സംഭവിച്ചത് എന്ന് വേദപണ്ഡിതനായ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ലൈതനി അകൂന ഫീഹി ജദ്അൻ അകൂന ഹയ്യൻ ഹീന യുഖ്രിജു ഖൗമക. നിന്റെ കൗമ് നിന്നെ പുറത്താക്കും അവിടുന്ന് എന്ന് പ്രവാചകനോട് വറഖത്ത് ഇബ്നു നൗഫൽ പറയുകയാണ്. അമുഖ്രിജിയുഹും, അവരെന്നെ പുറത്താക്കുമോ എന്ന് ചോദിക്കുകയാണ്. നാട്ടിൽ അൽ-അമീൻ എന്നറിയപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പ്രവാചകനെ ആ നാട്ടിൽ നിന്നും പുറത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. ഏത് പ്രവാചകന്മാർ വഹി കൊണ്ടുവന്നാലും ഒന്നുകിൽ അവരെ കൊന്നുകളയുക അല്ലെങ്കിൽ അവരെ പുറത്താക്കുക എന്നത് സമൂഹത്തിൻ്റെ ഒരു രൂപമാണ്, ഒരു ചരിത്രമാണ്, ആവർത്തിക്കപ്പെടുന്ന ചരിത്രമാണ് എന്ന് വറഖത്ത് ഇബ്നു നൗഫൽ പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായി പ്രബോധനം നടത്തി. വ്യക്തികളെ കേന്ദ്രീകരിച്ചായിരുന്നു ആ ഒരു പ്രബോധനം. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. അതെല്ലാവർക്കും ആവേശമായി. അങ്ങനെ പരസ്യ പ്രബോധനം നടത്തുവാൻ അനുവാദം ലഭിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ സഫിയ്യത്തു ബിൻതു അബ്ദുൽ മുത്തലിബ്, യാ ഫാത്തിമത്തു ബിൻതു മുഹമ്മദ്, യാ ബനി അബ്ദുൽ മുത്തലിബ്, ഇന്നി ലാ അംലികു ലക്കും മിനല്ലാഹി ശൈഅ സലൂനി മിമ്മാലി മാ ശിഅ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ദുൽ മുത്തലിബിൻ്റെ മകൾ സഫിയ, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ, അതേപോലെ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെ, നിങ്ങൾ ആരെയും നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. നിന്റെ ധനം വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി. അവിടെ ഫഇന്നി നദീറുൽ ലക്കും ബൈന യദയ്യ അദാബുൻ ശദീദ്, കഠിനമായ ഒരു ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകുന്ന താക്കീതുകാരനാണ്, നിങ്ങൾക്കുള്ള താക്കീതുകാരനാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ ഫഖാല അബൂ ലഹബ് പറഞ്ഞു, തബല്ലക സാഇറൽ യൗം അലിഹാദ ജമഅതന. ഇന്ന് മുഹമ്മദേ നിനക്ക് നാശമാണ്, നീ ഇതിനാണോ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് അബൂ ലഹബ് ചരിത്രത്തിൽ ചോദിക്കുന്നുണ്ട്. അവിടെ നിന്ന് പ്രശ്നങ്ങൾ ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അനുഭവിച്ച ബഹിഷ്കരണം, പ്രയാസങ്ങൾ, പീഡനങ്ങൾ, അതാണ് ഹിജ്റയിലേക്ക് എത്തിച്ച ചരിത്രം. ആദ്യം അബിസിനിയയിലേക്ക് ഹിജ്റ പോകാൻ ചിലർക്ക് ഇസ്ലാം അനുവാദം നൽകി. അനിസ്ലാമിക രാജ്യമായിരുന്നു അവിടെ, ക്രൈസ്തവ രാജാവായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇസ്ലാമിനോട് ദൈവവിശ്വാസത്തോട് മതിപ്പുണ്ടായിരുന്ന ആ നജ്ജാശി രാജാവ് അവിടെ ചെന്ന ഹിജ്റ ചെന്ന ആളുകളെ സഹായിച്ചു. അബൂ സുഫിയാനും കൂട്ടരും അവിടെ എത്തിയ ചരിത്രം നമ്മൾ കേട്ടതാണ്. മുസ്ലിങ്ങളെക്കുറിച്ച് രാജാവ് ചോദിച്ചതിനും മറുപടിയും നമ്മൾ കേട്ടതാണ്. വല്ലാത്തൊരു ഹദീത്താണത്. അബൂ സുഫിയാനും രാജാവും തമ്മിലുള്ള സംസാരം. കൈഫ നസബുഹു ഫിക്കും ഖുൽത ഹുവ ഫീനാ ദൂ നസബിൻ. ആ കുടുംബക്കാരാണോ അല്ലെങ്കിൽ വലിയ പത്രാസുള്ളവരാണോ അതിൽ വന്നത് എന്ന് ചോദിക്കുകയാണ്. അതെ, കുടുംബക്കാരാണ്. അവർ പറഞ്ഞത് മുമ്പാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവരിൽ നിന്നൊരു രാജാവുണ്ടോ? യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥത്തിലും യഹൂദികളുടെ വേദഗ്രന്ഥത്തിലും പ്രവാചകൻ വരുന്ന കുടുംബത്തെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും പ്രവാചകന്റെ നാടിനെക്കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും ധാരാളമായി മുൻ വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഇങ്ങനെ ചോദിക്കുകയാണ് നജ്ജാശി. അതിൽ ദുർബലരാണോ
അത് പ്രബലരാണോ അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നത്? അവരിൽ വിശ്വസിക്കുന്നത് മുസ്ലിങ്ങളാവുന്നത് ദുർബലരാണ് എന്ന് മറുപടി പറയുകയാണ്. ഓരോ മറുപടിക്കും നജ്ജാശി രാജാവ് അത് സത്യപ്രവാചകനാണെന്ന് ഉറപ്പിക്കുകയാണ്. അയസീദു അം യൻഖുസുൻ, അവർ കൂടുകയാണോ കുറയുകയാണോ? പ്രബോധനം കൊണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം കൊണ്ട് ഇസ്ലാമിൽ ആളുകൾ വർദ്ധിക്കുകയാണോ കുറയുകയാണോ എന്ന് ചോദിക്കുകയാണ്. യസീദൂൻ, അവർ വർദ്ധിക്കുകയാണ് എന്ന് പറയുകയാണ്. ഇങ്ങനെ ഓരോ ചോദ്യവും ചോദിക്കും. ദീനിലേക്ക് കടന്നു വന്നവർ വീണ്ടും തിരിച്ചു പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല, അവരതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് മറുപടി പറയുകയാണ്. അവസാനം ചോദിക്കുന്നു, നിങ്ങൾ തമ്മിൽ യുദ്ധം നടക്കാറുണ്ടോ? യുദ്ധം അല്ലെങ്കിൽ പോരാട്ടങ്ങൾ നടക്കാറുണ്ടോ? ഉണ്ട് എന്ന് മറുപടി പറയുകയാണ്. എന്നിട്ട് ആരാണ് ജയിക്കുക എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ പല കാര്യങ്ങളും ചോദിച്ചു. അതിൽ അവസാനം ചോദിച്ചു, മാദാ യഅ്മുറുക്കും, എന്താണ് മുഹമ്മദ് ഇവരോട് കൽപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? യഖൂലു അഅ്ബുദുല്ലാഹ വഹദ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന്. വലാ തുശ്രികൂ ബിഹി ശൈഅ, മറ്റൊന്നിനെയും ആരാധിക്കരുതെന്ന്, പങ്കു ചേർക്കരുതെന്ന്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്. വതുറുകൂ മാ യഖൂലു അബാഉകും വയഅ്മുറു ബിസ്സലാത്തി വസ്സദഖത്തി വൽ ആഫാഫി വസ്സില, കുടുംബ ബന്ധം പുലർത്താനും ചാരിത്രം സൂക്ഷിക്കുവാനും അതേപോലെ സത്യം പറയാനും നമസ്കരിക്കാനുമാണ് കൽപ്പിക്കുന്നത് എന്ന് അബൂ സുഫിയാൻ പറയുകയാണ്. പിന്നീട് മദീനയിലേക്കുള്ള ഹിജറയുണ്ടായി. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ല, മറിച്ച് ആളുകളെ പറഞ്ഞയച്ചു. ഹജ്ജിന് വരുമ്പോൾ പ്രബോധനം നടത്തി. അവരുമായി ഹിജറയ്ക്ക് ധാരണയായി. ഹിജറയുടെ ആലോചനകളും മറ്റും നടന്നത് മുഹറം മാസത്തിലാണ്. റബീഉൽ അവ്വലിലാണ് യാത്ര നടന്നത്. ഹിജ്റ ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചതല്ല. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുമ്പോൾ അവസാനം മക്കയെ നോക്കി, വല്ലാഹി ഇന്നക ലഖൈറുൽ അർദില്ലാഹ്, അല്ലാഹുവിൻ്റെ ഭൂമിയിൽ ഏറ്റവും നല്ല ഉത്തമമായ നാടാണ് മക്കയെ. നീ ആഹബ്ബുൽ അർദി ഇല്ലാഹി ഇലയ്യ, നിന്നെയാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് പറയുകയാണ്. വലൗ അന്നീ ഉഖ്രിജ്തു മിൻക മാ ഖറജ്തു, എന്നെ ഈ നാട്ടിൽ നിന്ന്, ഈ സമൂഹം പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ നാട്ടിൽ നിന്നും പുറത്തു പോവുകയില്ലെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ അവസാനമായി മക്കയെ നോക്കി പറയുകയാണ്. അബീസിനിയയിലേക്കുള്ള ഹിജ്റ പോയവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവിടെ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റും. അപ്പോൾ ഹിജ്റ എന്തിനാ? സമാധാനത്തോടു കൂടി ജീവിക്കാൻ. നാം എത്ര അനുഗ്രഹീതരാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത്. ഇസ്ലാമിക രാജ്യമല്ലാതിരുന്നിട്ടും മുസ്ലിമായി ജീവിക്കാൻ, പള്ളി ഉണ്ടാക്കാൻ, എങ്ങനെ ഇരുന്ന് പ്രസംഗം കേൾക്കാൻ, 5 വക്ത് നമസ്കരിക്കാൻ, പള്ളിയിലെത്താൻ, ഇതൊക്കെ ഇസ്ലാമിക പ്രബോധനത്തിനും ഭരണഘടനയിലും അവകാശം ലഭിച്ചവരാണ് നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്തെന്ത് പ്രയാസമാണ് അവിടുന്നും ആ സഹാബത്തും അനുഭവിച്ചത്. ഈ ഒരു സമാധാനവും ശാന്തിയും ആരാധനാ സ്വാതന്ത്ര്യവും ഒക്കെ നിലനിൽക്കാൻ നമ്മൾ പ്രയത്നിക്കുകയും അതിന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മദീന നിവാസികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തു നിൽക്കുകയാണ്. മദീനയിൽ അവർ സ്വീകരിക്കാൻ വഴികളിൽ വന്നു നിൽക്കും. ചൂട് വരുമ്പോൾ അവർ വീട്ടിലേക്ക് തിരിച്ചു വരും. യഹൂദിയാണ് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടത്. ഒരു ഈത്തപ്പനയുടെ മുകളിൽ കയറിയിരുന്ന യഹൂദി പറയുകയാണ്, അതാ മുഹമ്മദ് വരുന്നുണ്ട്. അത്രക്കും ആ നാട്ടിലെ ആപാലവൃദ്ധൻ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചു. മദീനയിലെത്തിയ ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തത് പള്ളി നിർമ്മിക്കുകയാണ്. അതേപോലെ ആ സമൂഹത്തിനിടയിൽ സാഹോദര്യം സ്ഥാപിച്ചു. ജൂതന്മാരോട് ഉടമ്പടി ഉണ്ടാക്കി. ആ നാട്ടിലെ എന്തെന്ത് പ്രതിസന്ധികളുണ്ടോ ആ പ്രതിസന്ധികളൊന്നും വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചു. എന്തൊക്കെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ ഹിജ്റ നൽകുന്ന പാഠം? ഒന്ന്, അള്ളാഹുവിൻ്റെ മഹത്തായ സഹായമാണ് ലഭിച്ചത്. ഉമ്മു മഅബദിൻ്റെ ആടിനെ കറന്ന സംഭവമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശപ്പ് കൊണ്ട് വലയുകയാണ്, പ്രയാസം പെടുകയാണ്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ത്രീ വെള്ളം കൊണ്ടുവരുന്നത് കണ്ടു. ആ സ്ത്രീയോട് വെള്ളം ചോദിച്ചു. വെള്ളം എടുക്കാൻ എത്ര ദൂരമുണ്ട്? അത് പ്രായോഗികമല്ലെന്ന് മനസ്സിലാക്കി. ഇവിടെ ആടുകളുണ്ടോ എന്ന് ചോദിച്ചു. ആടുകളുണ്ട്. പാല് കറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു.
പാല് കറക്കാൻ പറ്റില്ല, കാരണം പാല് കറക്കാൻ പറ്റുന്ന ആടെൻ്റെ കയ്യിലില്ല. എന്നിരുന്നാലും പെണ്ണാടുണ്ടോ എന്ന് ചോദിച്ചു. പാല് പറ്റിയ ആടുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആബദിൻ്റെ കറവ പറ്റിയ ആടിനെ കറക്കുകയും ധാരാളമായി പാല് ലഭിക്കുകയും അവർ കുടിക്കുകയും മുആബദിൻ്റെ കുടുംബത്തിന് ധാരാളമായി പാല് കൊടുക്കുകയും ചെയ്തു. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്താണ്. സുറാഖത്ത് ബിൻ മാലിക് എന്ന ആൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയെടുത്താൽ 100 ഒട്ടകം ആണ് അവർ ഇനാം പ്രഖ്യാപിച്ചിരുന്നത്. ആ ഇനാം ലഭിക്കാൻ വേണ്ടി സുറാഖ തൻ്റെ കുതിരപ്പുറത്ത് വരികയും അവിടെ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ആ കുതിരയുടെ കാൽ മണലിൽ പൂണ്ടുപോവുകയും വീണ്ടും ശ്രമിക്കുകയും അവസാനം സാധിക്കില്ലെന്ന് സുറാഖ മനസ്സിലാക്കിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കീഴ്പ്പെടുകയും ചെയ്തു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ മദീനയിലെത്തി, എനിക്ക് വളർച്ചയുണ്ടായി, കിസ്റയുടെയും കൈസറിൻ്റെയും ഭണ്ഡാരങ്ങൾ എൻ്റെ കയ്യിലെത്തും സുറാഖ. ആ സമയത്ത് ആ രാജാക്കന്മാരുടെ വളകൾ നിന്റെ കയ്യിലെത്തും എന്ന് പ്രവചിക്കുകയാണ്. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പിന്നീട് മുസ്ലിമായി ഇങ്ങനെയുള്ള സംഭവത്തിന് സാക്ഷിയാവുകയും കിസ്റ കൈസർ ചക്രവർത്തിമാരുടെ പതനത്തിന് സാക്ഷിയാവുകയും ചെയ്തു. ധാരാളം മുഅ്ജിസത്തുകളും ധാരാളം സഹായങ്ങളും കിട്ടിയ ഒരു കാര്യമാണ് ഹിജ്റ എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തൻ്റെ വീടിൻ്റെ വളപ്പും വീടും വീട്ടു സാമാനങ്ങളും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചിട്ടായിരുന്നു മദീനയിലേക്ക് യാത്ര ചെയ്തിരുന്നത്. എന്തൊക്കെയാണോ ഉപേക്ഷിച്ചത് അതിനേക്കാൾ ഇരട്ടി അല്ലെങ്കിൽ അത്രയെങ്കിലും അവർക്ക് മദീനത്ത് കിട്ടാതിരുന്നിട്ടില്ല. വിശ്വാസി പ്രതീക്ഷയുള്ളവനാണ് എന്നതാണ് ഹിജ്റയിലെ 2ാമത്തെ പാഠം. പ്രതിസന്ധികൾ പറഞ്ഞ് ഭയപ്പെടുത്തുന്നവരാണ് ചുറ്റുപാടും. എന്താണിനി രാജ്യത്തിന് വരിക, എന്താണ് നാടിന് വരിക, എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. എന്തു സംഭവിച്ചു? ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടെ നമ്മളിപ്പോഴും സമാധാനത്തോടുകൂടി ജീവിക്കുന്നു. പ്രതീക്ഷകളാണ് യഥാർത്ഥത്തിൽ വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രചോദനം. ആയുധമെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ആളുകൾ സമൂഹത്തിലുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാർക്ക് പ്രതീക്ഷ നൽകി. അമ്മാറും സുമയ്യയും അനുഭവിച്ച പീഡനങ്ങൾ പറഞ്ഞാൽ കണ്ണീർ തോരാതെ കേട്ടിരിക്കേണ്ടി വരും. സുമയ്യ റളിയല്ലാഹു അൻഹയെ കുന്തം കൊണ്ട് അടിവയറ്റിൻ്റെ താഴേക്ക് കുത്തി കൊന്നതാണ്. അമ്മാറിനും യാസിറിനും അനുഭവിച്ച പീഡനങ്ങൾ വളരെ വലുതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുടുംബത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അമ്മാറിൻ്റെ പിതാവ് അമ്മാറിനെയും വിളിക്കുകയാണ്, നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് അവരെ പ്രചോദിപ്പിക്കുകയാണ്. യുദ്ധം നടന്ന ശേഷം അബൂ സുഫിയാൻ മദീനയിലേക്ക് ചെല്ലുന്നുണ്ട്. ആ ഖുറൈശികളുടെ മക്കയിലെ രാജാവെന്നറിയപ്പെടുന്ന അബൂ സുഫിയാൻ മദീനയിലേക്ക് എത്തിയിട്ട് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാതിരിക്കുകയും സ്വന്തം മകൾ സൈനബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിരുന്നു. അവരുടെ വീട്ടിൽ ചെന്ന് അവിടെ ഇരിക്കാൻ നോക്കിയപ്പോൾ പ്രവാചകനോട് അവർക്കുള്ള ബഹുമാനത്തിൻ്റെ നേർചിത്രങ്ങൾ അബൂ സുഫിയാൻ കാണുകയാണ്. അബൂ സുഫിയാൻ പിന്നെ മുസ്ലിമാവുകയും മക്കൻ ഫത്വോടുകൂടി അബൂ സുഫിയാൻ മുസ്ലിമാവുകയും ചെയ്തു. വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷയാണ് അന്ന് ഹിജ്റയിലൂടെ നടന്നത്. ഇന്നും വിശ്വാസികൾ അതാലോചിച്ച് പ്രതീക്ഷയോടുകൂടി ഇരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കൂടിയാലോചനയുടെ ഫലമാണ് ഹിജ്റ എന്ന മഹാസംഭവം ഉണ്ടായത്. മദീനയിൽ നിന്ന് വന്നവരുമായി അക്കബയിൽ കൂടിയാലോചന നടത്തി. എന്നാണ് യാത്ര ആരംഭിക്കുക, എന്നായിരിക്കും അവിടെ എത്തുക. കൂടിയാലോചനയ്ക്ക് ഇസ്ലാമിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ്സലാത്ത് വഅംറുഹും ശൂറാ ബൈനഹും വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. തങ്ങളുടെ രക്ഷിതാവിൻ്റെ ആഹ്വാനം സ്വീകരിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും തങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് അന്യോന്യമുള്ള കൂടിയാലോചനയിലൂടെ ആയിരിക്കുകയും നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്തവരാരോ അവർക്കും എന്ന്
പ്രത്യേകം എടുത്തു പറയുകയാണ്. സ്വർഗത്തിനെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും പറയുന്നിടത്താണ് ഈ കാര്യം പറയുന്നത്. നമ്മുടെ വീട്ടിലായാലും നാട്ടിലായാലും കച്ചവടത്തിൻ്റെ ഷെയറിലായാലും അല്ലെങ്കിൽ ഔദ്യോഗിക ജീവിതത്തിലായാലും ഉദ്യോഗസ്ഥ ജീവിതത്തിലായാലും എവിടെയായിരുന്നാലും അവിടെ കൂടിയാലോചിക്കേണ്ടവരോട് കൂടിയാലോചിക്കുക എന്നത് വളരെയധികം ബർക്കത്ത് കിട്ടുന്ന, വളരെയധികം വിജയം കിട്ടുന്ന ഒരു കാര്യമാണ്. ആ ഒരു കൂടിയാലോചന നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. അതാണ് ഹിജ്റയുടെ മറ്റൊരു പാഠം. ഖന്തഖ് യുദ്ധ സമയത്ത് കിടങ്ങ് കുടിക്കാനുള്ള നിർദ്ദേശം ശൂറയുടെ അടിസ്ഥാനത്തിലാണ്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിനനുസരിച്ചാണ് ഖന്തഖ് എന്ന കിടങ്ങ് കുടിച്ച് യുദ്ധത്തിന് വന്ന മദീനയെ നശിപ്പിക്കാൻ വന്ന ശത്രുക്കളെ തിരിച്ചയച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ അപവാദ പ്രചരണമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോടാണ് കൂടിയാലോചന നടത്തിയത്. ആരാകണം അടുത്ത ഭരണാധികാരി എന്ന് പ്രമുഖ സഹാബിമാർ കൂടിയാലോചിച്ചു തീരുമാനമെടുത്തു. ഓരോ കാര്യത്തിലും ബദറിൻ്റെയും മുഹദിൻ്റെയും ഖന്തഖിൻ്റെയും കാര്യത്തിൽ ധാരാളം മീറ്റിങ്ങുകൾ നടന്നു. ഈ കൂടിയാലോചന മീറ്റിങ്ങുകൾ അത് വളരെ ഫലപ്രദമായി ഇസ്ലാമിൻ്റെ ചരിത്രത്തെ തിരുത്തിക്കുറിച്ചിട്ടുണ്ട്. അതേപോലെ പ്ലാനിങ്, ഏതു വഴിയിലൂടെ സഞ്ചരിക്കണം, എല്ലാവരും പോകുന്ന വഴിയിൽ നിന്ന് മാറി മറ്റൊരു വഴിയിൽ യാത്രക്ക് തിരഞ്ഞെടുത്തു. മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് മാറി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വഴിയിലേക്ക് യാത്ര ചെയ്തു. അവിടെ 3 ദിവസം താമസിച്ചു. മദീനയിലേക്കുള്ള വഴിയിൽ ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും തെരഞ്ഞുപോയി. അവിടെ കണ്ടില്ല. ഈ സൗർ എന്ന ഗുഹയിൽ താമസിക്കുകയും എല്ലാ ശത്രുക്കളും അടങ്ങിയെന്നുറപ്പിച്ചപ്പോൾ അവിടെ നിന്ന് മദീനയിലേക്ക് വേറെ വഴി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഭക്ഷണം എത്തിക്കാൻ ഒരാളെ ചുമതലപ്പെടുത്തി. അസ്മാ റളിയല്ലാഹു അൻഹയ്ക്കായിരുന്നു ഭക്ഷണം എത്തിക്കാനുള്ള ചുമതല. ആമിർ ഇബ്നു ഫുഹൈറയോട് പറഞ്ഞു, ആടിനെ തെളിച്ചു വരുമ്പോൾ ആട്ടിടയൻ മുന്നിൽ നടക്കണം, കാരണം കാൽപ്പാടുകൾ മായ്ക്കപ്പെടണമെന്ന്. ഭക്ഷണം എത്തിക്കുമ്പോൾ അതിൻ്റെ അവിടേക്കുള്ള കാൽപ്പാടുകൾ മായ്ക്കാൻ വേണ്ടി ആട്ടിടയനെ ഏൽപ്പിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അരിയഖത്ത് എന്ന മുസ്ലിമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ മദീനയിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തത്. മതേതര സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും രഹസ്യമായി, നിർണായകമായി, ഒരിക്കലും ആ ഒരു രഹസ്യം പുറത്തറിയാൻ പാടില്ലെന്ന് വിചാരിച്ച ഒരു ഹിജ്റയിൽ അബ്ദുല്ലാഹി ഇബ്നു അരീഖത്ത് എന്ന മുസ്ലിമിനെ കൂടെ കൂട്ടിയത് ഈ വിശ്വസിക്കാൻ കൊള്ളുന്ന ആളുകൾ അതിലുമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. മുസ്ലിങ്ങളെ കണ്ടിടത്ത് വെച്ച് കൊല്ലാൻ പഠിപ്പിച്ചു എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന മതത്തിൻ്റെ അനുയായികളാണ് നമ്മൾ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അപകടകരമായ സാഹചര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു മുസ്ലിമിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കഴിവുള്ളവരെ ഉപയോഗപ്പെടുത്തുക എന്ന ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ത്യാഗം സഹിച്ചവർ ഹിജ്റയിലുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ പെട്ടെന്ന് തിരഞ്ഞു വരാതിരിക്കാൻ ആ വിരിപ്പിൽ കയറി കടന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി വാളുകൊണ്ട് യുവാക്കൾ വന്ന് കട്ടിലിന് ചുറ്റും നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുതപ്പ് മാറ്റിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലില്ല, മറിച്ച് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. പ്രവാചകനാണെന്ന് വിചാരിച്ച അബദ്ധത്തിൽ വെട്ടിക്കഴിഞ്ഞാൽ അലിയുടെ കഥ കഴിയും. അതറിഞ്ഞിട്ടും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി പകരം കടന്നു എന്ന് പറയുമ്പോൾ അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടവും സ്നേഹവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കാനുള്ള ആ ഒരു മഹാമനസ്കതയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദാത്തുൻ നിതാഖത്തൈൻ എന്ന പേര് അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് ലഭിക്കാൻ കാരണം അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹയുടെ നിക്നെയിമാണ്, അല്ലെങ്കിൽ വെളിപ്പേരാണ് ദാത്തുൻ നിതാഖത്തൈൻ എന്ന്. ഇതിന് കാരണം യഥാർത്ഥത്തിൽ തൻ്റെ അരയിലെ ആ വള്ളിയെടുത്ത്, അരയിൽ കെട്ടുന്ന വള്ളിയെടുത്ത് അത് പകുതിയാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണപ്പൊതിയിൽ അരപ്പട്ട 2 കഷ്ണമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് കൊണ്ടാണ് ആ പേര്. അബൂബക്കർ റളിയല്ലാഹു അൻഹു
ഹിറാ ഗുഹ ആദ്യം കയറി പരിശോധിച്ചു. എന്തിന്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരപകടം വന്നു ചേരാൻ പാടില്ലെന്ന അങ്ങേ അറ്റത്തൊരു വികാരം അതുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ ഇഞ്ചിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് അങ്ങേയറ്റം പിന്തുണയ്ക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ തയ്യാറാവുകയും ചെയ്തു. ഹിജറ ഒരിക്കലും അവസാനിച്ചിട്ടില്ല. നമുക്ക് ഹിജറയുണ്ട്. ഏതാണ് നമ്മുടെ ഹിജറ? ഇന്നൽ മുഹാജിറ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. മുഹാജിർ എന്ന് പറഞ്ഞാൽ അള്ളാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. പലിശയിൽ നിന്ന് വിട്ടുനിൽക്കണം, പുകവലിയിൽ നിന്ന് വിട്ടുനിൽക്കണം, ലഹരിയിൽ നിന്ന് വിട്ടുനിൽക്കണം, ദുസ്വഭാവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം, നമസ്കാരം ഉപേക്ഷിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം, അതേപോലെ സ്വതക്ക നൽകാതെ പിശുക്കു കാണിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണം. എന്തൊക്കെ ദുസ്വഭാവങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ഹിജറ പോകാൻ നമുക്ക് സാധിക്കണം. നമുക്കുള്ള ഹിജറ അതാണ്. അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും ദേഹേച്ഛകളോടും പിശാചു കൊണ്ടുവരുന്ന തിന്മകളോടും വിട്ടുനിൽക്കുക എന്നതാണ് നമുക്കുള്ള ഹിജറ. അതേപോലെ പരലോകത്ത് മറപ്പിക്കുന്ന ദുനിയാവിലെ അലങ്കാരങ്ങളോട് ഭ്രമം വന്ന് പരലോകത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ആ ഒരു സമയം നഷ്ടപ്പെടുത്തുന്നതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കണം. നമ്മുടെ ജീവിതത്തെ കൃത്യമായി പരിശോധിക്കണം. ഒരു അറബി വർഷം കഴിഞ്ഞ് ഒരു ചന്ദ്രവർഷം കഴിഞ്ഞ് അടുത്ത ഒരു ചന്ദ്രവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ കാലത്ത് എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഇഖ്ലാസ് ഇഹ്സാൻ എത്രയായിരുന്നു എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിതത്തെ കയറിമുറിച്ച് പരിശോധിച്ച് വിലയിരുത്തി എന്താണ് മാറ്റം വരേണ്ടതെന്ന് ആലോചിച്ച് ചിന്തിച്ച് അങ്ങനെ മാറ്റം വരുത്തുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുഹറത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. പവിത്രമായ മാസത്തിലാണ് നാം ഉള്ളത്. ഈ മുഹറം ആദ്യത്തെ 10 നഹസായി വിചാരിക്കുന്ന ആളുകളുണ്ട്. അത് വളരെ മോശമായ ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നഹസിനെ ഒരിക്കലും അനുകൂലിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ദിവസവും രാത്രിയും പകലുമൊക്കെ ഓരോരുത്തർക്കും ഖൈറാണ് എന്ന് വിചാരിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു മുഹറം മാസത്തിലെ നോമ്പിനെ പറ്റി. ഖുറൈശികൾ ജാഹിലിയ്യത്തിൽ ആശൂറായിൻ്റെ മുഹറം 10 നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് അനുഷ്ഠിച്ചിരുന്നു. മദീനയിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുഷ്ഠിക്കുകയും ജനങ്ങളോട് അനുഷ്ഠിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ റമദാൻ നിർബന്ധമാക്കിയപ്പോൾ ആശൂറായിൻ്റെ നോമ്പ് ഉപേക്ഷിക്കുകയുണ്ടായി. നോമ്പനുഷ്ഠിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ നോമ്പനുഷ്ഠിക്കുകയും നോമ്പനുഷ്ഠിക്കുവാൻ ഉദ്ദേശിക്കാത്തവർ അത് ഒഴിവാക്കുകയും ചെയ്യുക. റമദാൻ നോമ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആശൂറായിൻ്റെ നോമ്പ് നിർബന്ധമായി കണ്ടിരുന്നു. ആശൂറായി എന്ന നോമ്പ് മൂസാ നബി അലൈഹിസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഈ മുഹറം 10 ആ കടല് പിളർന്ന് പ്രവാചകൻ മൂസാ അലൈഹിസ്സലാമയെ ഫിർഔനിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എന്ന് ചരിത്രം പറയുന്നു. മുഹറം 9-നാണ് തസ്വ എന്ന് പറയുന്നത്. ആശൂറാ ദിവസത്തെ നോമ്പിനോടൊപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 9 കൂടി നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. മുഹറം 9ഉം 10ഉം കണ്ടെത്തി അന്ന് നോമ്പ് നോൽക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന അങ്ങൊന്നിൻ്റെ ചര്യയെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും സ്വീകരിക്കേണ്ട കാര്യമാണെന്ന് സൂചിപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശൂറാ ദിവസം നോമ്പ് നോൽക്കുകയും ആ ദിവസത്തിൽ നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തപ്പോൾ സഹാബത്ത് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അത് ജൂത ക്രൈസ്തവന്മാർ മഹത്വവൽക്കരിക്കുന്ന ദിനമല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം നാം ജൂത ക്രൈസ്തവരിൽ നിന്നും വ്യത്യസ്തരാവാൻ വേണ്ടി 9-ാം ദിവസം കൂടി നോമ്പെടുക്കും. പക്ഷേ അടുത്ത വർഷം കടന്നു വരുമ്പോഴേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താശുആന്റെ നോമ്പെടുത്തിട്ടില്ല. നമ്മളോട് അത് എടുക്കാൻ കൽപ്പിക്കുകയും അടുത്ത വർഷമുണ്ടെങ്കിൽ ഞാൻ ആ നോമ്പ് നോൽക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഇങ്ങനെയുള്ള സുന്നത്തുകൾ ജീവിതത്തിൽ
ജീവിതത്തിൽ കൊണ്ടുവന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെയും അങ്ങുന്നിനെയും അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന വിധത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അള്ളാഹു തആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ